ഭൂട്ടാനിൽ നിന്ന് നിയമവിരുദ്ധമായി വാഹനങ്ങൾ കടത്തിയ സംഭവത്തിൽ അന്വേഷണത്തിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കസ്റ്റംസിൽ നിന്ന് ഇഡി ഉദ്യോഗസ്ഥർ വിവരങ്ങൾ ശേഖരിച്ചു. വാഹന ഇടപാടുകൾക്ക് പിന്നിൽ സാമ്പത്തിക ക്രമക്കേടുണ്ട് എന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് ഈ നീക്കം. ഓപ്പറേഷൻ നംഖോറുമായി ബന്ധപ്പെട്ട പരിശോധനയ്ക്ക് പിന്നാലെ നടൻ ദുൽഖർ സൽമാന് കസ്റ്റംസ് നോട്ടീസ് അയക്കും. തന്റെ പേരിലുള്ള ഒരു വാഹനം മാത്രമാണ് പിടിച്ചെടുത്തത് എന്ന് നടൻ അമിത് ചക്കാലക്കൽ ഇന്നും ആവർത്തിച്ചു. ഇന്നലെ ഇവിടെ വന്ന സമയം അവർ ആ വണ്ടിയുടെ ഡോക്യുമെന്റ്സും എല്ലാം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. കൂടാതെ ആ വണ്ടി 1999 രജിസ്റ്റർ ചെയ്തതിൻ്റെ അവർക്കത് ഓൺലൈൻ കയറി രജിസ്റ്റർ ചെക്ക് ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ RTO ഇവിടെ നേരിട്ട് വന്ന് RTOയുടെ പോർട്ടലിൽ കയറി കഴിഞ്ഞാൽ അതിൻ്റെ രജിസ്ട്രേഷൻ ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അവർ ആ വണ്ടിയും ഇവിടെ കിടന്നിരുന്ന വേറൊരു LCയും പിന്നെ എൻ്റെ മറ്റേ അവിടെ പ്രാഡോയും അതിൻ്റെയും ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചെക്ക് ചെയ്ത സമയത്ത് ജെനുവിൻ ആയിട്ടാണെന്ന് പറഞ്ഞ് അവർ റിപ്പോർട്ട് ഇവിടെ നിന്ന് കൊടുത്തു. അപ്പോൾ ഇവർക്ക് ബേസിക്കലി അറിയേണ്ടത് ഈ വർഷങ്ങളിൽ വന്നേക്കുന്ന വിദേശത്ത് നിന്ന് ഭൂട്ടാനെന്ന് മറ്റേ ഈ കഴിഞ്ഞ 1-2 വർഷമായിട്ട് വന്നേക്കുന്ന വണ്ടികളിൽ പെടുന്നതാണോ എന്നുള്ളായിരുന്നു. ഇപ്പം ഞാൻ തന്നെ എൻ്റെ വണ്ടി 5 വർഷമായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതിൻ്റെ പഴയ ഒരു 10-15 വർഷങ്ങൾ മുമ്പ് ഓരോ കൈമാറ്റങ്ങൾ നടന്നതിൻ്റെയും സെയിൽ ചെയ്തതിൻ്റെ എല്ലാ ഫോട്ടോസും ഉൾപ്പെടെ ഒറിജിനൽസ് എല്ലാം ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് അത് വെരിഫൈ ചെയ്യണം. ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായി ഭൂട്ടാനിൽ നിന്ന് അടിമാലിയിലെത്തിയ കാറും കസ്റ്റംസ് പരിശോധിച്ചു. തിരുവനന്തപുരം സ്വദേശിനിയായ ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസർ ശില്പ സുരേന്ദ്രന്റെ ഉടമസ്ഥതയിലുള്ള ലാൻഡ് ക്രൂസറാണ് പരിശോധിച്ചത്. നിതിൻ അംബുജൻ കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി. നിതിൻ, ഓപ്പറേഷൻ നംഖോറിന്റെ ഭാഗമായുള്ള തെരച്ചിൽ പരിശോധനയൊക്കെ നടക്കുന്നുണ്ട്. അതിന്റെ ഗൗരവ സ്വഭാവം വർദ്ധിക്കുന്നുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇപ്പോൾ ED കൂടി ഈ വിഷയത്തിൽ ഇടപെടുന്നു. ഈ സെലിബ്രിറ്റീസ് മാത്രമല്ല, അതല്ലാതെ വാഹന ഇടപാടുകാർ തന്നെ ഇത്തരത്തിൽ ഒരുപാട് വാഹനങ്ങൾ ക്രമക്കേട് നടത്തി കൊണ്ടുവന്നിട്ടുണ്ട് എന്ന സംശയം ബലപ്പെടുന്നു. അത്തരത്തിൽ ഒരുപാട് കേസുകൾ വരുന്നു. എന്താണ് നിലവിലെ ഈ കേസിന്റെ അല്ലെങ്കിൽ ഈ ഓപ്പറേഷന്റെ സ്റ്റേറ്റസ്? പ്രജിൻ, വൻ ശൃംഖല ഇതിന് പിന്നിലുണ്ടെന്ന് ഇന്നലെ തന്നെ കസ്റ്റംസ് കമ്മീഷണർ വെളിപ്പെടുത്തിയ ഒരു പശ്ചാത്തലത്തിൽ ഈ കേസിന് ഗൗരവ സ്വഭാവമുള്ളതാണ്. കാരണം ഈ തുക അല്ലെങ്കിൽ ഈ പണമിടപാട് ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നു എന്ന് കസ്റ്റംസ് കമ്മീഷണർ വെളിപ്പെടുത്തിയ പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടുതൽ കേന്ദ്ര ഏജൻസികൾ ഈ ഒരു അന്വേഷണത്തിൽ ഇപ്പോൾ വരാനുള്ള ഒരു സാധ്യത ഉണ്ടായിരിക്കുന്നത്. ഇതിനകം തന്നെ ED ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കസ്റ്റംസിൽ നിന്ന് ശേഖരിച്ചിട്ടുണ്ട്. നമുക്കറിയാം, കേരളത്തിൽ ഇത്തരത്തിൽ വാഹനം വാങ്ങിയവർ കള്ളപ്പണം ഇടപാട് നടത്തിയെന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, കാർ വിൽപ്പനയിൽ കോടികൾ മറിഞ്ഞെന്ന ഒരു വിലയിരുത്തലാണ് ED ഉള്ളത്. ഫെമ PMLA നിയമങ്ങൾ പ്രകാരമുള്ള കുറ്റങ്ങൾ ഈ വാഹനക്കടത്തിൽ നിലനിൽക്കുന്നതിന്റെ കാര്യങ്ങളും പരിശോധിച്ചു വരികയാണ്. അങ്ങനെ ഒരു പ്രാഥമികമായുള്ള അന്വേഷണത്തിലേക്ക് എന്തായാലും ED കടന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഉടമസ്ഥരുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ തന്നെ ശേഖരിക്കുകയാണ്. കൂടാതെ ഈ ബാങ്ക് ട്രാൻസ്ഫർ ഒന്നും തന്നെ നടന്നിട്ടില്ല എന്നത് ഈ കേസിൽ കള്ളപ്പണ ഇടപാട് നടന്നതിന്റെ തെളിവായി തന്നെ ഇപ്പോൾ ED വിലയിരുത്തുന്നു. അത് പ്രകാരമുള്ള കാര്യങ്ങൾ ഇപ്പോൾ അന്വേഷിച്ചു വരുന്നുണ്ട്. കൂടാതെ ഈ ദുൽഖർ സൽമാനും ഇത്തരത്തിൽ നോട്ടീസ് നൽകാനാണ്, സമൻസ് നൽകാനാണ് ഇപ്പോൾ കസ്റ്റംസ് കമ്മീഷണറുടെ നീക്കം. പ്രത്യേകിച്ചും ഇതിന് തന്നെ 2 വാഹനങ്ങൾ പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ വാഹനങ്ങൾ നിരീക്ഷണത്തിലാണ്. അതോടൊപ്പം തന്നെ 35 ഇടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ 36 വാഹനങ്ങൾ ഇന്നലെ കണ്ടെത്തി. ഇതിന് പുറമെ കൂടുതൽ വാഹനങ്ങൾ കൂടി ഉണ്ട് എന്ന് തന്നെയാണ് കസ്റ്റംസ് വ്യക്തമാക്കുന്നത്. അത് പ്രകാരമുള്ള പട്ടിക തയ്യാറാക്കിയാണ് ഇപ്പോൾ പരിശോധനയും മറ്റ് അന്വേഷണങ്ങളും മുന്നോട്ട് പോകുന്നത്. എന്തായാലും ഇനിയുള്ള ദിവസങ്ങളും ഇത്തരത്തിൽ ശക്തമായി തന്നെ മുന്നോട്ട് പോകുമ്പോൾ കൂടുതൽ കേന്ദ്ര ഏജൻസികൾ ഇതിൽ ഈ ഒരു കേസ് അന്വേഷണത്തിന്റെ ഭാഗമാകും എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കാരണം ദേശവിരുദ്ധ പ്രവർത്തനത്തിനടക്കം ഈ ഫണ്ട് ഉപയോഗിച്ചു എന്ന് പറഞ്ഞ പശ്ചാത്തലത്തിൽ NIA അടക്കമുള്ള ഏജൻസികളും ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി വരാനുള്ള സാധ്യതയും ഇതോടുകൂടി ഉണ്ടായിരിക്കുന്നുണ്ട്. ശരി, നിതിൻ അംബുജനാണ് കൊച്ചിയിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.